ഒരു കണ്ടുപിടുത്തത്തിലൂടെ തന്റെ നാടിന്റെ പട്ടിണി മാറ്റിയ ഒരു ബുദ്ധിമാനായ കുട്ടിയുടെ കഥ നമുക്കിന്ന് ഉള്ളടക്കത്തിലൂടെ കേട്ടാലോ. വില്യം കാംക്വാബ എന്നാണ് ആ കുട്ടിയുടെ പേര്. വില്യത്തിന്റെ യഥാർത്ഥ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ കോർത്തിണക്കി 2019 പുറത്തിറങ്ങിയ ഒരു ബ്രിട്ടീഷ് ഡ്രാമ മൂവിയാണ് ദ ബോയ് ഹു ഹാർനസ് ദ വിൻഡ്. ഈ മൂവിയിലെ പല ഭാഗങ്ങളും നമ്മൾ ഉറപ്പായും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാകും. കഥ നടക്കുന്നത് സുഡാനിലെ ഒരു ചെറിയ ഗ്രാമമായ കസൂങ്കയിൽ നിന്നാണ്. ഗ്രാമവാസികൾ കൃഷിയെ ആശ്രയിച്ചാണ് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ചോളമാണ് അവർ കൂടുതലായും കൃഷി ചെയ്യുന്നത്. വളരെയധികം കഷ്ടപ്പാടിലൂടെ കടന്നുപോകുന്ന ഒരു ഗ്രാമമായിരുന്നു കസൂങ്ക. കർഷകർ ചോളം വിളവെടുക്കുന്ന ഒരു ദിവസമായിരുന്നു അന്ന്. തരക്കേടില്ലാത്ത വിളവുണ്ട്. കർഷകരുടെ കുട്ടികളാകട്ടെ കൃഷിയിടങ്ങളിലൂടെ കളിച്ചുകൊണ്ട് നടക്കുന്നു. പെട്ടെന്നായിരുന്നു കർഷകരിൽ ഒരാൾക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. ഉടൻ തന്നെ അയാൾ കുഴഞ്ഞു വീഴുന്നു. ജോൺ എന്നായിരുന്നു അയാളുടെ പേര്. വൈകാതെ ജോൺ മരണപ്പെട്ടു. ജോണിന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന ദിവസം ഗ്രാമത്തിലെ പള്ളിയിലച്ചൻ അവിടെ എത്തി ഗ്രാമവാസികളോട് സംസാരിക്കുന്നു. ജോൺ ഒരു നല്ല മനുഷ്യനാണെന്നും നമ്മുടെ ഗ്രാമത്തിന് വേണ്ടി ഒരുപാട് സേവനം അയാൾ ചെയ്തിട്ടുണ്ടെന്നും പള്ളിയിലച്ചൻ പറയുന്നു. അതിനാൽ തന്നെ ജോണിനെ എല്ലാവരും ഓർമ്മിക്കും. ജോണിന്റെ സഹോദരനായ ട്രൈവെല്ലും മകൻ ജെർമിയയും അതൊക്കെ നിറകണ്ണുകളോടെ കേട്ടിരിക്കുന്നു. ട്രൈവലും ജോണിനെ പോലെ ഒരു കർഷകനാണ്. അയാൾക്ക് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. ചെറിയൊരു വീട്ടിൽ അവർ സന്തോഷമായി കഴിഞ്ഞു വരുന്നു. അവരുടെ ജീവിതം കൃഷിയെ മാത്രം ആശ്രയിച്ചാണ് ഉണ്ടായിരുന്നത്. ട്രൈവലിന്റെ മകനായ വില്യത്തിന് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളോട് വലിയ താല്പര്യമായിരുന്നു. പഠനത്തിലും വില്യം മികച്ചു നിന്നിരുന്നു. ഗ്രാമവാസികളുടെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു കൊടുത്ത് കുടുംബത്തിലേക്ക് ചെറിയ പണമൊക്കെ അവൻ സമ്പാദിക്കുമായിരുന്നു. മറുവശത്ത് ട്രൈവലിന്റെ മകൾ ആനി പണമില്ലാത്തതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനാകാതെ ഇരിക്കുന്നു. നല്ല കാലാവസ്ഥയും നല്ല വിളവുമില്ലെങ്കിൽ ട്രൈവലിന്റെ കുടുംബം പട്ടിണിയാകും. അതുവരെ കഷ്ടപ്പാടായിരുന്നതുകൊണ്ട് തന്നെ വില്യത്തിന് സ്കൂളിൽ പോകാനായി നല്ല യൂണിഫോം പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ തരക്കേടില്ലാത്ത വിളവ് ലഭിച്ചതുകൊണ്ട് തന്നെ അവർക്ക് ജീവിക്കാനായി കുറച്ച് പണം ലഭിക്കുന്നു. വില്യത്തിന് പുതിയ സ്കൂൾ യൂണിഫോം കൊണ്ട് ട്രൈവലിന്റെ ഭാര്യ ആഗ്നസ് കടന്നു വരുന്നു. വില്യം കുളിച്ചു വരുമ്പോഴേക്കും ബെഡിൽ യൂണിഫോം കൊണ്ടുവെക്കാനായി ആഗ്നസ് ട്രൈവലിനോട് പറയുന്നു. കുളിച്ചു വന്നപ്പോൾ പുതിയ യൂണിഫോം കണ്ട വില്യം വളരെയധികം സന്തോഷിക്കുന്നു. അവനത് ധരിച്ച് സന്തോഷത്തോടെ പുറത്തു വന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് വില്യം സ്കൂളിലേക്ക് പോകുന്നു. പോകുന്നതിന് മുമ്പ് വില്യത്തിനോട് നന്നായി പഠിക്കണമെന്നും പഠിച്ച് വലിയ ആളായി മാറണമെന്നും ട്രൈവൽ പറയുന്നു. വില്യവും സുഹൃത്തായ ഗിൽബർട്ടും ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്നു. ഇതേ സമയം ആഗ്നസും ആനിയും ചേർന്ന് അടുത്തുള്ള മില്ലിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ആഗ്നസ് ആനിയോട് യൂണിവേഴ്സിറ്റി പഠനം കഴിയുമ്പോൾ നീയും നല്ല ജോലി വാങ്ങി കുടുംബത്തെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. മില്ലിൽ നിന്ന് അവർ ഇറങ്ങുമ്പോൾ ട്രൈവലും അങ്ങോട്ടേക്ക് എത്തുന്നു. ആ സമയം നന്നായി വസ്ത്രം ധരിച്ച ഒരാൾ ഒരു സൈക്കിളിൽ അതുവഴി കടന്നു പോകുന്നുണ്ട്. ആ യുവാവിനെ ആനി കുറച്ചു നേരം നോക്കി നിൽക്കുന്നു. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരിയും വിരിഞ്ഞു. മൈക്ക് എന്നായിരുന്നു അയാളുടെ പേര്. മൈക്ക് നേരെ സൈക്കിൾ ചവിട്ടിയെത്തിയത് വില്യം പഠിക്കുന്ന സ്കൂളിലാണ്. സ്കൂളിൽ ഇപ്പോൾ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. മൈക്ക് അവിടുത്തെ ഒരു അധ്യാപകനാണ്. അസംബ്ലിയിൽ പ്രിൻസിപ്പൽ കുട്ടികളുടെ അടുത്ത് ഫീസ് അടയ്ക്കാനായി ആവശ്യപ്പെടുന്നു. സ്കൂൾ ഫീസ് അടയ്ക്കാത്തവർക്ക് ലൈബ്രറി കാർഡ് നൽകുന്നതല്ല എന്നും സ്കൂൾ ലൈബ്രറി ഉപയോഗിക്കാൻ സാധിക്കുകയില്ലെന്നും പ്രിൻസിപ്പൽ പറയുന്നു. അന്നേ ദിവസം ക്ലാസ് കഴിഞ്ഞ് വില്യം ആനി നൽകിയ ഒരു ലെറ്റർ മൈക്കിന് കൊടുക്കുന്നു. ആനിയുടെ യൂണിവേഴ്സിറ്റി പഠനത്തിന് സഹായിക്കാൻ വേണ്ടിയുള്ള ലെറ്റർ ആണെന്നാണ് ആനി പറഞ്ഞതെന്നും വില്യം മൈക്കിനോട് പറയുന്നു. അത് കേട്ടപ്പോൾ മൈക്കിന് ചെറിയൊരു നാണമൊക്കെ വരുന്നുണ്ട്. പിന്നാലെ മൈക്ക് പോകാനായി ഇറങ്ങുന്നു. പോകുന്നതിന് മുമ്പ് വില്യം ഫീസ് അടച്ചിട്ടില്ല എന്നും ഉടൻ തന്നെ ഫീസ് അടയ്ക്കണമെന്നും മൈക്ക് പറയുന്നു. പിറ്റേന്ന് ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു. അതിനായി വില്യം വൈകുന്നേരം മുതലേ പഠിക്കാനായി ആരംഭിച്ചു. പക്ഷേ ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഇടമായതുകൊണ്ട് തന്നെ രാത്രിയായപ്പോൾ ലൈറ്റും മറ്റും ഇല്ലാത്തതിനാൽ വില്യത്തിന് പഠനം അവസാനിപ്പിച്ച് ഉറങ്ങേണ്ടി വന്നു. വൈകാതെ അവർക്ക് ആ ടെസ്റ്റ് പേപ്പറിന്റെ മാർക്കും ലഭിച്ചു. ഫസ്റ്റ് ക്ലാസ്സിനോടടുത്തുള്ള മാർക്ക് വാങ്ങാൻ വില്യംസിന് സാധിച്ചു. എന്നാൽ നമുക്ക് രാത്രിയിലും പഠിക്കാൻ സാധിച്ചാൽ ഇതിലും നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കുമെന്ന് വില്യം ഗിൽബർട്ടിനോട് പറയുന്നു. അന്ന് സ്കൂൾ വിട്ടു പോകുമ്പോൾ അവർ റോഡ് സൈഡിലുള്ള ഒരു ജങ്ക്യാർഡിലേക്ക് കയറുന്നു. പഠിക്കുവാൻ വേണ്ടി രാത്രിയിൽ വെളിച്ചമുണ്ടാക്കുന്ന എന്തെങ്കിലും വസ്തു കിട്ടുമോ എന്നറിയാനായിരുന്നു അവർ അങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ അവർക്ക് അവിടെ നിന്നൊന്നും ലഭിക്കുന്നില്ല. ശേഷം അവർ ഗിൽബർട്ടിന്റെ വീട്ടിലേക്ക് പോകുന്നു. ഗിൽബർട്ടിന്റെ വീട്ടിൽ അന്ന് ഗ്രാമവാസികളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഗിൽബർട്ടിന്റെ അച്ഛൻ വിംപെയാണ് ഗ്രാമത്തലവൻ. അതിനാലാണ് അവിടെ വെച്ച് മീറ്റിംഗ് അരങ്ങേറിയത്. 2 കോർപ്പറേറ്റ് ഉദ്യോഗസ്ഥർ ഗ്രാമവാസികളുടെ മരങ്ങൾ തങ്ങൾക്ക് വേണമെന്നും അത് വാങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും മീറ്റിംഗിൽ പറയുന്നു. വിംപെയും ഗ്രാമത്തിലെ കർഷകരുമൊക്കെ മരങ്ങൾ വിൽക്കാൻ താല്പര്യമില്ലെന്ന് അവരോട് പറയുന്നു. എന്നാൽ മരണപ്പെട്ട ജോണിന്റെ മകനായ ജെർമിയ എഴുന്നേറ്റ് നിന്ന് തന്റെ മരങ്ങൾ വിൽക്കുവാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവിടെ പ്രശ്നമുണ്ടാക്കി അവിടെ നിന്ന് പോകുന്നു. ട്രൈവലും മറ്റുള്ളവരും അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും ജെർമിയ ആരെയും അനുസരിക്കാതെ അവിടെ നിന്ന് പോകുന്നു. ട്രൈവൽ ജെർമിയയുടെ അടുത്തെത്തി അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായി ശ്രമിക്കുന്നു. ചൂതാട്ടവും മറ്റും നിർത്തി ഭാവിക്കായി എന്തെങ്കിലും ചെയ്യാൻ ട്രൈവൽ പറയുന്നു. എന്നാൽ ജെർമിയ അത് കേൾക്കുന്നില്ല. മഴക്കാലവും വെള്ളപ്പൊക്കവും വരികയാണെന്നറിഞ്ഞിട്ടും കളകളും വിളകളും എല്ലാം നശിക്കുമെന്നറിഞ്ഞിട്ടും അതിനെ വകവെക്കാതെ നിങ്ങളും കൃഷി ചെയ്യുന്നില്ലേ, അതും ഒരു തരത്തിൽ ചൂതാട്ടമാണെന്ന് ജെർമിയ മറുപടി നൽകുന്നു. എല്ലാം വിറ്റുപെറുക്കി എത്രയും വേഗം ഗ്രാമം വിട്ട് പുറത്തു പോകണമെന്നാണ് താൻ ആലോചിക്കുന്നതെന്നും ജെർമിയ കൂട്ടിച്ചേർത്തു.
ട്രൈവലിന് അവനെ പിന്തിരിപ്പിക്കാൻ സാധിച്ചില്ല. പിറ്റേന്ന് വില്യവും ഗിൽബർട്ടും കൂടെ ലൈവ് ഫുട്ബോൾ മാച്ച് കേൾക്കാനായി കൂട്ടുകാരുടെ അടുത്തേക്ക് വരുന്നു. അവിടെ ഒരു പഴയ റേഡിയോയിൽ അവർ ലൈവ് മാച്ച് കേൾക്കുകയായിരുന്നു. കുറച്ച് സമയമായപ്പോഴേക്കും പെട്ടെന്ന് റേഡിയോ നിന്നുപോകുന്നു. കൂട്ടുകാരെല്ലാവരും സഹായിക്കാനായി വില്യത്തിനെ നോക്കുന്നു. ഉടൻ തന്നെ വില്യം ആ റേഡിയോയ്ക്ക് എന്താണ് പറ്റിയതെന്ന് പരിശോധിക്കുന്നു. ഒട്ടും സമയം കളയാതെ വില്യം തന്റെ വീട്ടിലേക്ക് ഓടിയെത്തുന്നു. വീട്ടിൽ നിന്ന് താൻ ഉണ്ടാക്കിയൊരു ബാറ്ററി അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ആ ബാറ്ററിയിൽ റേഡിയോ കണക്ട് ആക്കിയതും തൽക്ഷണം തന്നെ റേഡിയോ പ്രവർത്തിക്കുന്നു. കൂട്ടുകാരെല്ലാവരും വില്യത്തിന്റെ കഴിവിനെ പ്രശംസിക്കുന്നു. കളി കഴിഞ്ഞ ശേഷം കൂട്ടുകാരുടെ അടുത്ത് നിന്ന് വില്യവും ഗിൽബർട്ടും വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. എന്നാൽ വീടിന് സമീപത്തായി മൈക്കും ആനിയും സല്ലപിക്കുന്നത് അവർ കാണുന്നു. മൈക്കിന്റെ അടുത്ത് നിന്ന് എങ്ങനെയും ആനിയെ അകറ്റണമെന്ന് വില്യം തീരുമാനിക്കുന്നു. പിറ്റേന്ന് വില്യം ഗിൽബർട്ടിനൊപ്പം ജങ്ക്യാർഡിൽ ആവശ്യമുള്ള വസ്തുക്കൾ ശേഖരിക്കുന്നതിനിടയിൽ മൈക്കിന് എന്തെങ്കിലും പണി കൊടുക്കണമെന്ന് വില്യം ആഗ്രഹിക്കുന്നു. മൈക്കിന്റെ സൈക്കിൾ തകർക്കാമെന്നും അങ്ങനെ ചെയ്താൽ മൈക്ക് ആനിയെ കാണുന്നത് നിർത്തുമെന്നും ഗിൽബർട്ട് പറയുന്നു. സൈക്കിൾ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇരുവരും സൈക്കിളിന്റെ അടുത്തേക്ക് വരുന്നു. സൈക്കിൾ നശിപ്പിക്കാനായി തുടങ്ങിയപ്പോഴാണ് വില്യം സൈക്കിളിന്റെ ഹെഡ്ലൈറ്റ് ശ്രദ്ധിക്കുന്നത്. സൈക്കിളിന്റെ പെഡൽ കറക്കുമ്പോൾ ഡൈനാമോ വർക്ക് ചെയ്ത് ഹെഡ്ലൈറ്റ് പ്രകാശിക്കുന്നതായി വില്യം കാണുന്നു. ഇത് കണ്ടതും വില്യം വളരെയധികം കൗതുകത്തോടെ അത് നോക്കി നിൽക്കുന്നു. അതിനാൽ തന്നെ അവർ സൈക്കിൾ നശിപ്പിക്കുന്ന പദ്ധതി അവിടെ ഉപേക്ഷിക്കുന്നു. അന്ന് വൈകുന്നേരം ട്രൈവലും ആഗ്നസും സംസാരിക്കുന്നത് വില്യം കേൾക്കാനിടയാകുന്നു. വില്യത്തിന്റെ സ്കൂളിങ്ങിനെ പറ്റിയാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. വില്യം ഇവിടുത്തെ കുട്ടികളിലൂടെ അനാവശ്യമായി സമയം ചെലവഴിക്കുകയാണെന്നും അവന് നല്ല കഴിവുള്ള കുട്ടിയാണെന്നും അതിനാൽ തന്നെ അവനെ നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്നും ആഗ്നസ് പറയുന്നു. ട്രൈവലിനും ആഗ്നസിനും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം നന്നായി അറിയാമായിരുന്നു. അതിനാൽ തന്നെ അവർ സേവ് ചെയ്തിരിക്കുന്ന പൈസ മുഴുവനായി ചെലവാക്കിയിട്ടാണെങ്കിലും ഇരുവർക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. എന്നാൽ വിളവ് മോശമായതോടെ സ്കൂൾ ഫീസ് കെട്ടാനുള്ള പൈസ പോലും അവർക്ക് സമ്പാദിക്കാനായി സാധിക്കുന്നില്ല. ഇരുവരും അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നു. മറുവശത്ത് മഴ നന്നായി കനക്കുന്നു. വെള്ളപ്പൊക്കവും കൃഷിനാശവും സംഭവിക്കാമെന്ന് ഏറെക്കുറെ ഉറപ്പായി. അതുപോലെ തന്നെ സംഭവിക്കുന്നു. ചെറിയ വിളവായിരുന്നു അവർക്ക് ലഭിച്ചത്. ഇനി സ്കൂളിൽ തുടർന്ന് പഠിക്കണമെങ്കിൽ ഫീസ് അടച്ചേ മതിയാകൂ എന്ന് പ്രിൻസിപ്പൽ കുട്ടികളോട് പറയുന്നു. ഫീസ് അടയ്ക്കാത്തതുകൊണ്ട് വില്യത്തിനെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. ട്രൈവലിന്റെ കുടുംബം പട്ടിണിയിലേക്ക് പോകുന്നു. ഇനി എന്തെങ്കിലും കൃഷി ചെയ്യണമെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് വിത്തുകൾ ലഭിക്കണം. അത്രയും കഷ്ടപ്പാടിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. പിറ്റേന്ന് ട്രൈവൽ വില്യത്തെ കൂട്ടി നഗരത്തിലുള്ള ഒരു സുഹൃത്ത് ഡാനിയലിന്റെ അടുത്തേക്ക് പോകുന്നു. ഗവൺമെന്റിനോട് സംസാരിച്ച് ഗ്രാമത്തെ രക്ഷിക്കണമെന്ന് ട്രൈവൽ ഡാനിയലിനോട് പറയുന്നു. ഡാനിയലിന് ഗവൺമെന്റ് ആയിട്ട് നല്ല കണക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ തനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ലെന്നും ഉടൻ തന്നെ വലിയ വരൾച്ച ഉണ്ടാകുമെന്നും അതിനുവേണ്ടി തയ്യാറാകാൻ ഡാനിയൽ ഉപദേശിക്കുന്നു. പിറ്റേന്ന് സ്കൂളിൽ നിന്ന് സസ്പെൻഡായ വില്യം സ്കൂളിലേക്ക് തിരിച്ചു പോകുന്നു. പ്രിൻസിപ്പലിന്റെ കണ്ണിൽ പെടാതെ വില്യം മൈക്കിന്റെ സയൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞതും വില്യം മൈക്കിനോട് ആ കാര്യം ചോദിക്കുന്നു. എങ്ങനെയാണ് പെഡൽ ചവിട്ടുമ്പോൾ സൈക്കിളിൽ ലൈറ്റ് പ്രകാശിക്കുന്നതെന്നായിരുന്നു വില്യത്തിന്റെ ചോദ്യം. മൈക്ക് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വില്യത്തിന് പറഞ്ഞു കൊടുക്കുന്നു. കൈനറ്റിക് എനർജിയെ അതിലുള്ള ഡൈനാമോ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുകയാണ്. അങ്ങനെയാണ് ലൈറ്റ് പ്രകാശിക്കുന്നതെന്ന് മൈക്ക് പറയുന്നു. തനിക്ക് എങ്ങനെയാണ് ഒരു ഡൈനാമോ ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്നായിരുന്നു വില്യത്തിന്റെ അടുത്ത ചോദ്യം. എന്നാൽ അതിനെപ്പറ്റി പറയാനുള്ള അറിവ് മൈക്കിനില്ലായിരുന്നു. വില്യത്തിനോട് ലൈബ്രറിയിൽ പോയി കൂടുതൽ പുസ്തകം പരിശോധിച്ച് അത് കണ്ടെത്താൻ മൈക്ക് പറയുന്നു. എന്നാൽ തനിക്ക് ലൈബ്രറിയിൽ കയറാൻ സാധിക്കുകയില്ലെന്നും താൻ ഇതുവരെ ഫീസ് അടച്ചിട്ടില്ലെന്നും വില്യം വ്യക്തമാക്കി. തന്നെ ലൈബ്രറിയിൽ കയറാൻ സഹായിക്കണമെന്നും അതിനുവേണ്ടി വില്യം ആനിന്റെയും മൈക്കിന്റെയും ബന്ധം ഒരു ബ്ലാക്ക്മെയിൽ പോലെ ഇവിടെ ഉപയോഗിക്കുന്നുമുണ്ട്. മനസ്സില്ലാ മനസ്സോടെ മൈക്കിന് വില്യത്തെ സഹായിക്കേണ്ടി വരുന്നു. ലൈബ്രറിയിലെത്തി താനും വില്യവും ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെന്നും അതിനാൽ തന്നെ ലൈബ്രറിയിൽ കാർഡില്ലാതെ വില്യത്തെ പ്രവേശിപ്പിക്കണമെന്നും മൈക്ക് ലൈബ്രറിയനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ വില്യത്തിന് ലൈബ്രറിയിൽ പ്രവേശനം ലഭിക്കുന്നു. ലൈബ്രറിയനോട് ഡൈനാമോയെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും പുസ്തകമുണ്ടോ എന്ന് വില്യം ചോദിക്കുന്നു. എന്നാൽ അത് വില്യത്തിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗമാണോ എന്ന് ലൈബ്രറിയൻ തിരിച്ചു ചോദിക്കുന്നു. എന്നാൽ തനിക്ക് അതിനെപ്പറ്റി അറിയാൻ നല്ല താല്പര്യമുണ്ടെന്നും അതുകൊണ്ട് തന്നെ സഹായിക്കണമെന്നും വില്യം ലൈബ്രറിയനോട് പറയുന്നു. ലൈബ്രറിയൻ വില്യം ആവശ്യപ്പെട്ട പുസ്തകങ്ങൾ നൽകുന്നു. പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് യൂസിങ് എനർജി എന്നൊരു പുസ്തകം വില്യം പഠിക്കാനായി എടുക്കുന്നു. പിറ്റേന്ന് പ്രസിഡന്റും മറ്റ് അധികാരികളും പങ്കെടുക്കുന്ന ഒരു പരിപാടി ഗ്രാമത്തിൽ നടക്കുന്നു. ഗ്രാമവാസികൾ പ്രസിഡന്റിനെ വലിയ രീതിയിൽ വരവേൽക്കുന്നു. പ്രോഗ്രാമിൽ ഗ്രാമത്തലവൻ വെമ്പെ ഗ്രാമത്തിലെ ദാരിദ്ര്യത്തെ പറ്റിയും ഗവൺമെന്റിന്റെ സഹായമില്ലാത്തതിനെ പറ്റിയുമൊക്കെ പറയാൻ തുടങ്ങി. എന്നാൽ പ്രസിഡന്റിന് അതിഷ്ടമാകുന്നില്ല. തന്റെ ഗാർഡുകളെ വിട്ട് പ്രസിഡന്റ് വെമ്പയെ പിടിച്ചു മാറ്റി തന്റെ ഗാർഡുകളെ കൊണ്ട് തന്നെ പ്രസിഡന്റിനെതിരെ സംസാരിച്ച വെമ്പയെ മർദ്ദിക്കുന്നു. കാര്യങ്ങൾ കൂടുതൽ മോശമായിക്കൊണ്ടിരുന്നു. ഗ്രാമത്തിൽ വലിയ തോതിൽ വരൾച്ച ബാധിക്കുന്നു. കൃഷിയൊക്കെ മോശമായി തുടങ്ങി. വിളവെടുപ്പിന്റെ സമയത്തും വളരെ കുറഞ്ഞ വിളവാണ് അവർക്ക് ലഭിച്ചത്. കുടുംബത്തിന്റെ ഭക്ഷണത്തിന് പോലും വേണ്ടത്ര വിളവ് അവർക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ വിളവ് കുറഞ്ഞതുകൊണ്ട് തന്നെ സാധനങ്ങളുടെ വിലയും വർദ്ധിക്കുന്നു. കൂടാതെ ഗവൺമെന്റ് റേഷനായി ലഭിക്കുന്ന സാധനങ്ങളുടെ വിലയും അവർ വർദ്ധിപ്പിക്കുന്നു. അതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു. ഗവൺമെന്റിനെതിരെ ഗ്രാമവാസികൾ സമരം ചെയ്യാനായി ഒരുങ്ങുന്നു.
ട്രൈവലും അതിന്റെ ഭാഗമായി സമരം ചെയ്യാനായി പോകുന്നു. മറുവശത്ത് വില്യം സ്കൂളിലേക്ക് ഒളിഞ്ഞു കയറി വായിക്കലും പഠിത്തവും ഒക്കെയായി പോകുന്നു. കാറ്റിനെയും ഇലക്ട്രിസിറ്റിയും എല്ലാം പറ്റി അവൻ വ്യത്യസ്ത പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഒരു ദിവസം പ്രിൻസിപ്പൽ യാദൃശികമായി ക്ലാസ്സിലേക്ക് കയറി വന്ന് വില്യത്തെ പിടികൂടുകയും സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. വളരെ വിഷമത്തോടെ വില്യം ആഗ്നസിനോട് തന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ കാര്യം പറയുന്നു. എന്നാൽ ഉടൻ തന്നെ ആളുകൾ ബഹളം വെക്കുന്നത് ഇരുവരും കേൾക്കുന്നു. സമരമുണ്ടായതിനെ തുടർന്ന് ഗവൺമെന്റ് 2 ഫുഡ് ട്രക്കുകൾ ഗ്രാമത്തിലേക്ക് അയച്ചു. അതിനാലാണ് എല്ലാവരും ശബ്ദമുണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ ആഗ്നസ് വീടിനുള്ളിലേക്ക് ഓടിക്കയറി അവരുടെ സേവിങ്സിൽ വെച്ചിരിക്കുന്ന പണമെടുത്ത് വില്യത്തിന് നൽകുന്നു. ഉടൻ തന്നെ ട്രൈവലിന്റെ സൈക്കിളുമായി പോയി പറ്റാവുന്നത്രയും ഭക്ഷണം വാങ്ങാൻ ആഗ്നസ് പറയുന്നു. പെട്ടെന്ന് തന്നെ വില്യം സാധനങ്ങൾ വിൽക്കുന്ന ഗോഡൌണിലേക്ക് എത്തുന്നു. വളരെയധികം കഷ്ടപ്പെട്ട് വില്യം ഗോഡൌണിനുള്ളിലേക്ക് കയറി സാധനങ്ങൾ വാങ്ങുന്നു. എന്നാൽ ഇതേ സമയം ആണുങ്ങളാരും വീട്ടിലില്ല എന്ന് മനസ്സിലാക്കിയ ഗുണ്ടകൾ വില്യത്തിന്റെ വീട് കയറി മോഷ്ടിക്കുകയും അവരുടെ സമ്പാദ്യമായി ഉണ്ടായിരുന്ന ആകെയുള്ള ഭക്ഷണ വിഭവങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. മറിച്ച് ഗോഡൌണിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച വില്യത്തിന് പുറത്ത് സമരം നടക്കുന്നത് കൊണ്ടും ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നത് കൊണ്ടും പുറത്തേക്കിറങ്ങാൻ സാധിക്കുന്നില്ല. വില്യം ഗോഡൌണിന്റെ ഒരു ഭാഗം പൊളിഞ്ഞിരിക്കുന്നത് കണ്ടതുകൊണ്ട് അതുവഴി പുറത്തേക്കിറങ്ങുന്നു. വീട്ടിലെത്തിയ വില്യം ധാന്യങ്ങൾ ആഗ്നസിന് നൽകുന്നു. അപ്പോഴേക്കും ട്രൈവലും മടങ്ങി വന്നിരുന്നു. നടന്ന ദാരുണമായ സംഭവങ്ങൾ ട്രൈവൽ തിരിച്ചറിയുന്നു. കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് അടുത്ത മഴക്കാലം വരെ തള്ളി നീക്കുക അത്ര എളുപ്പമല്ല. അവർക്ക് 3 നേരം ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമായിരുന്നു. അതിനാൽ തന്നെ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ട്രൈവൽ ദുഃഖത്തോടെ വീട്ടുകാരോട് പറയുന്നു. എന്നാൽ ട്രൈവലിനോട് ദേഷ്യം തോന്നിയ ആനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഗ്രാമമെമ്പാടും വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്നു. ട്രൈവലാകട്ടെ തന്റെ കൃഷിഭൂമിയിൽ ഭക്ഷണത്തിനായി മരിച്ചു പണിയെടുക്കുന്നു. താങ്കൾക്ക് കൃഷി ചെയ്ത വിളവ് കൊണ്ടല്ലാതെ ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന അവസ്ഥയിൽ വില്യം ചേച്ചിയായ ആനിയുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു. ആനിയും മൈക്കും പ്രണയത്തിലാണെന്ന് തനിക്കറിയാമെന്നും മൈക്കിന്റെ സൈക്കിളിൽ ഒരു ഡൈനാമോ ഉണ്ട്, അത് കിട്ടിയാൽ തനിക്ക് അതുകൊണ്ടൊരു വിൻമിൽ ഉണ്ടാക്കി അതിലെ കറണ്ട് ഉപയോഗിച്ച് ഗ്രാമത്തിലെ കേടായ മോട്ടോർ ശരിയാക്കി നാടിന്റെ പട്ടിണി മാറ്റാൻ സാധിക്കുമെന്നും വില്യം പറയുന്നു. പിറ്റേന്ന് വിറകുമായി വില്യം വീട്ടിലേക്ക് വരുന്നു. എന്നാൽ വീട്ടുമുറ്റത്ത് അച്ഛനും അമ്മയും വിഷമിച്ചു നിൽക്കുന്നത് വില്യം കാണുന്നു. അമ്മയുടെ കയ്യിൽ ഒരു ലെറ്ററുമുണ്ട്. സംഭവം എന്തെന്ന് വെച്ചാൽ ആനി മൈക്കിനോടൊപ്പം ഒളിച്ചോടി പോയിരിക്കുന്നു. ആഗ്നസും ട്രൈവലും വീട്ടുമുറ്റത്ത് നിന്ന് പൊട്ടിക്കരയുന്നു. ഡൈനാമോ കിട്ടുമെന്ന പ്രതീക്ഷ ഇല്ലാതായതായിരുന്നു വില്യത്തെ കൂടുതൽ വേദനിപ്പിച്ചത്. പക്ഷെ വീടിനകത്ത് കയറി ആനിയുടെ മുറിയിലേക്ക് എത്തിയ വില്യം മേശപ്പുറത്ത് ഒരു ഡൈനാമോ ഇരിക്കുന്നത് കാണുന്നു. വില്യത്തിന്റെ മുഖത്ത് ഒരു തെളിച്ചമൊക്കെ വരുന്നു. ഉടൻ തന്നെ 3 പേരും ചേർന്ന് ആനി അന്വേഷിക്കാനായി പോകുന്നു. അവർ വില്യത്തിന്റെ സ്കൂളിലേക്ക് മൈക്കിനെ പറ്റി അന്വേഷിക്കാനായി പോകുന്നു. പ്രിൻസിപ്പലിനോട് കാര്യം പറഞ്ഞ് മൈക്കിനെ പറ്റി ചോദിക്കുന്നു. എന്നാൽ മൈക്കിനെ പറ്റി തനിക്കൊന്നും അറിയില്ല എന്നും നിങ്ങളുടെ വീട്ടിലുണ്ടായ സംഭവത്തിൽ തനിക്ക് ദുഃഖമുണ്ടെന്നും പ്രിൻസിപ്പൽ പറയുന്നു. കുട്ടികൾ ഇല്ലാത്തതിനാൽ ഈ സ്കൂൾ ഉടനെ അവസാനിപ്പിക്കുമെന്നും പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. ഇത് കേട്ടതും തനിക്ക് ലൈബ്രറിയിൽ കയറാൻ ഒരു അവസരം തരാമോ എന്ന് വില്യം ചോദിക്കുന്നു. ഗ്രാമത്തിലുള്ള എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നതെന്നും താനൊരു വിൻമിൽ ഉണ്ടാക്കാനായി ശ്രമിക്കുന്നുണ്ടെന്നും അതിനായി പഠിക്കുവാൻ വേണ്ടിയാണ് ലൈബ്രറിയിൽ കയറുന്നതെന്നും വില്യം പറയുന്നു. ഇത് കേട്ടതും പ്രിൻസിപ്പൽ മനസ്സില്ലാ മനസ്സോടെ അതിന് സമ്മതിക്കുന്നു. ലൈബ്രറിയിൽ എത്തിയ വില്യം ഇലക്ട്രിസിറ്റിയെ പറ്റിയും വിൻമില്ലിനെ പറ്റിയുമെല്ലാം കൂടുതൽ പഠിക്കാനായി തുടങ്ങി. വൈകാതെ അവൻ കൂട്ടുകാരോട് തന്റെ ഐഡിയ പങ്കുവെക്കുന്നു. കൂട്ടുകാരും ഒത്തുചേർന്ന് ഒരു പ്ലാൻ വില്യം ഉണ്ടാക്കുന്നു. ഇതിനെപ്പറ്റി ധാരണയില്ലാത്ത കൂട്ടുകാർ എന്താണ് വില്യം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അമേരിക്കയിൽ കാറ്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ടെന്നും അത് നമുക്ക് ഇവിടെയും ചെയ്യാമെന്ന് വില്യം പറയുന്നു. ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് നമുക്ക് വെള്ളം ഉണ്ടാക്കാൻ കഴിയുമെന്നും വില്യം കൂട്ടിച്ചേർത്തു. അതിനായി നമ്മൾ ആദ്യം ഒരു വിൻഡ് മിൽ ഉണ്ടാക്കണം. എന്നാൽ വലുതായി ഉണ്ടാക്കുന്നതിന് മുമ്പ് വിൻഡ് മിൽ വർക്കാകുമോ എന്ന് നോക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഉണ്ടാക്കാമെന്നും വില്യം പറയുന്നു. അവർ എല്ലാവരും ചേർന്ന് ഒരു ചെറിയ വിൻഡ് മിൽ ഉണ്ടാക്കുന്നു. അങ്ങനെ അവർ ആദ്യമായി ചെറിയൊരു വിൻഡ് മിൽ ഉണ്ടാക്കുന്നു. ആ ചെറിയ വിൻമിൽ ഉപയോഗിച്ച് കൂട്ടുകാരുടെ റേഡിയോ വില്യം പ്രവർത്തിപ്പിക്കുന്നു. ചെറിയ വിൻഡ് മിൽ സക്സസ് ആയതോടെ കൂട്ടുകാർക്ക് വില്യത്തിനെ കൊണ്ട് വിൻമിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. വലിയൊരു വിൻഡ് മിൽ ഉണ്ടാക്കി ഇലക്ട്രിസിറ്റി കൊണ്ട് ഗ്രാമത്തിലെ പ്രവർത്തിക്കാതിരിക്കുന്ന മോട്ടോർ പ്രവർത്തിപ്പിക്കാനും അതിലൂടെ അണ്ടർഗ്രൗണ്ട് വാട്ടർ പമ്പ് ചെയ്ത് കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കാനും വില്യം മനസ്സിൽ പ്ലാൻ ചെയ്തു. കൂട്ടുകാർക്കൊപ്പം വില്യം വിൻമിൽ ഉണ്ടാക്കാനായി ആരംഭിക്കുന്നു. ജങ്ക്യാർഡിൽ പോയി അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ തിരഞ്ഞു കണ്ടുപിടിച്ച് വിൻമിൽ ഉണ്ടാക്കാനായി ആരംഭിക്കുന്നു. വില്യം താൻ കണ്ടുപിടിച്ച ചെറിയ വിൻമിൽ കൊണ്ട് ട്രൈവലിന്റെ അടുത്തേക്ക് പോകുന്നു. വിൻമിൽ പ്രവർത്തിപ്പിച്ച് കാണിച്ച് തന്റെ മനസ്സിലുള്ള ഐഡിയ വില്യം പങ്കുവെക്കുന്നു. റേഡിയോ പ്രവർത്തിക്കുന്ന രീതിയിൽ മോട്ടോർ വർക്ക് ചെയ്യിപ്പിക്കാമെന്നും തനിക്കതിന് സാധിക്കുമെന്നും വില്യം ട്രൈവലിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. വലിയ വിൻമിൽ ഉണ്ടാക്കണമെങ്കിൽ അതിന് കുറച്ചധികം സാധനങ്ങൾ വേണമെന്നും വിൻമിൽ ഉണ്ടാക്കാനായി അച്ഛന്റെ സൈക്കിൾ വേണമെന്നും വില്യം പറയുന്നു. എന്നാൽ ഇതൊക്കെ കേട്ടതും ട്രൈവലിന് ദേഷ്യം പിടിക്കുന്നു. കുടുംബത്തിലാകെയുള്ളത് ആ സൈക്കിൾ മാത്രമാണ്, അതുകൂടെ നഷ്ടപ്പെട്ടാൽ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നും പറഞ്ഞ് ട്രൈവൽ വില്യത്തിനെ ശകാരിക്കുന്നു. വില്യം ഉണ്ടാക്കിയ വിൻമിൽ അടക്കം ട്രൈവൽ വലിച്ചെറിഞ്ഞ് തന്റെ മുമ്പിൽ ഇനി ഇങ്ങനെ വന്നേക്കരുതെന്നും പറഞ്ഞ് വാൺ ചെയ്യുന്നു.
നാളെ മുതൽ തന്നെ പാടത്ത് സഹായിക്കാൻ വരണമെന്നും ട്രൈവൽ വില്യത്തിനോട് പറയുന്നു. അച്ഛന്റെ നിർബന്ധപ്രകാരം വില്യത്തിന് കൃഷിയിടത്ത് ജോലി ചെയ്യേണ്ടി വരുന്നു. വില്യത്തിന് മുമ്പിൽ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല. വില്യം പിന്നീട് തന്റെ കൂട്ടുകാരെ കാണാൻ ചെന്നപ്പോൾ കണ്ടത് അവരൊക്കെയും വരൾച്ച കാരണം നാടുവിടാനായി തയ്യാറെടുക്കുന്നതാണ്. എന്നാൽ തനിക്ക് വിൻമിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും വിൻമിൽ ഉണ്ടാക്കിയാൽ നമ്മുടെ എല്ലാ പ്രശ്നവും തീരുമെന്നും കുറച്ച് ദിവസം കൂടെ കാത്തിരിക്കാനും വില്യം അവരോട് പറയുന്നു. അച്ഛന്റെ സൈക്കിൾ കിട്ടിയാൽ എല്ലാം ശരിയാകുമെന്നും അതിനാൽ തന്നെ അച്ഛനോട് സൈക്കിൾ ചോദിക്കാൻ അവരോട് വില്യം പറയുന്നു. വില്യവും കൂട്ടുകാരും ചേർന്ന് ട്രൈവലിന്റെ അടുത്തേക്ക് എത്തി അവരുടെ പദ്ധതിയെപ്പറ്റി വിശദീകരിക്കുന്നു. പദ്ധതി നിറവേറ്റാൻ ട്രൈവലിന്റെ സൈക്കിൾ വിട്ടുതരാമോ എന്നും അവർ ചോദിക്കുന്നു. എന്നാൽ ഈ തവണയും ട്രൈവൽ വളരെ ദേഷ്യത്തോടെ അവരോട് സംസാരിക്കുന്നു. ശകാരിച്ച് അവരെ അവിടുന്ന് ട്രൈവൽ തുരത്തി ഓടിക്കുന്നു. ആ സമയത്താണ് വരൾച്ച കാരണം വില്യത്തിന്റെ വളർത്തുനായ മരിക്കുന്നത്. അത് ട്രൈവലിനെയും ആഗ്നസിനെയും വല്ലാതെ വിഷമിപ്പിച്ചു. അന്ന് ആഗ്നസ് ട്രൈവലിനോട് കയർത്ത് സംസാരിക്കുന്നു. നമ്മൾ ചെയ്തതൊന്നും ശരിയായിരുന്നില്ല എന്നും നമ്മൾക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ, അതുകൊണ്ട് സൈക്കിൾ വില്യത്തിന് കൊടുക്കാനും അവൻ പ്രതീക്ഷയുള്ള എന്തെങ്കിലും കാര്യം ചെയ്യട്ടെ എന്നും ആഗ്നസ് കണ്ണീരോടെ പറയുന്നു. നമുക്ക് നമ്മുടെ മകളെ നഷ്ടപ്പെട്ടുവെന്നും ഇനി മകനെ കൂടെ നഷ്ടപ്പെടുത്താൻ തനിക്ക് കഴിയില്ലെന്നും ആഗ്നസ് കൂട്ടിച്ചേർത്തു. ട്രൈവലിന്റെ മനസ്സ് വേദനിക്കാൻ ആ വാക്കുകൾ തന്നെ ധാരാളമായിരുന്നു. അടുത്ത നിമിഷം തന്നെ വില്യത്തിന്റെ അടുത്തേക്ക് ട്രൈവൽ സൈക്കിൾ ചവിട്ടിയെത്തുന്നു. തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ ട്രൈവൽ വില്യത്തിന് സൈക്കിൾ കൈമാറുകയും അവനിൽ പ്രതീക്ഷ അർപ്പിച്ച് നിനക്ക് എന്ത് വേണമോ ആ സഹായം ഞാൻ ചെയ്തു തരാമെന്നും നിന്റെ സ്വപ്നം പോലെ നീ പ്രവർത്തിക്കാനും നിന്റെ വിശ്വാസം പോലെ ചെയ്യാനും ട്രൈവൽ വില്യത്തിനോട് പറയുന്നു. ഇരുവരും ചേർന്ന് വിൻമിൽ ഉണ്ടാക്കാനായി പദ്ധതിയിടുന്നു. അതിനായി അവർ അടുത്തുള്ളൊരു ഷോപ്പിലേക്ക് സൈക്കിളുമായി പോകുന്നു. സൈക്കിളിനെ വിൻമില്ലിന് വേണ്ട രീതിയിൽ മുറിച്ചു മാറ്റിയെടുക്കുന്നു. അവർ ജങ്ക്യാർഡിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കൾ കൊണ്ട് വിൻമില്ലിന്റെ ഭാഗങ്ങൾ വില്യവും കൂട്ടുകാരും ചേർന്ന് ഉണ്ടാക്കിയെടുക്കുന്നു. ഗ്രാമവാസികൾ വില്യത്തിന്റെയും കൂട്ടുകാരുടെയും കഷ്ടപ്പാട് കണ്ട് വിൻമിൽ പണിയാനായി സഹായിക്കുന്നു. ജങ്ക്യാർഡിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കൾ കൊണ്ട് വില്യം വിൻമില്ലിന്റെ ഓരോ പാർട്സും ഉണ്ടാക്കിയെടുക്കുന്നു. ഗ്രാമവാസികളുടെ സഹായത്തോടെ വിൻമിൽ സ്ഥാപിക്കാനായി നല്ല ഉയരത്തിൽ നീളമുള്ള കമ്പുകൾ കൂട്ടിക്കെട്ടി ഒരു വലിയ ടവറും അവർ ഉണ്ടാക്കിയെടുക്കുന്നു. വളരെയധികം കഷ്ടപ്പെട്ട് ഭാരമേറിയ വിൻമിൽ അവരെ ആ ടവറിന് മുകളിലേക്ക് എത്തിക്കുന്നു. വിൻമിൽ വളരെ കൃത്യതയോടെ വില്യം ഘടിപ്പിക്കുന്നു. വിൻമില്ലിന്റെ ലീഫുകൾ കാറ്റിന്റെ വേഗത കൊണ്ട് ചലിക്കാനായി ആരംഭിക്കുന്നു. കിണറ്റിൽ നിന്ന് വെള്ളം പുറത്തേക്ക് എത്തുന്നില്ല. ഗ്രാമവാസികൾ വീണ്ടും നിരാശരാകുന്നു. എന്നാൽ ബാറ്ററിയിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് വെള്ളം വരാത്തതെന്നും കുറച്ച് സമയം കൊണ്ട് ബാറ്ററി ചാർജ് ആകുമെന്നും വില്യം പറയുന്നു. എല്ലാവരും പ്രതീക്ഷയോടെ ബാറ്ററി ചാർജ് ആകാനായി കാത്തിരിക്കുന്നു. ജീവിതത്തിൽ പലതവണ തോറ്റുപോയവരായതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം നിരാശയിലാണ്. എന്നിരുന്നാലും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് മോട്ടോർ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നു. വാട്ടർ പമ്പ് വർക്ക് ചെയ്തു തുടങ്ങിയതും ഏറെ ആഴമുള്ള കിണറ്റിലെ വെള്ളം കരയിലേക്ക് പമ്പ് ചെയ്തെത്തി. ഗ്രാമവാസികളുടെ മുഖത്തുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമായിരുന്നു. ഏവർക്കും അവരുടെ ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു. ട്രൈവൽ സന്തോഷത്തോടെ തന്റെ മകനെ വാരിപ്പുണരുന്നു. ഗ്രാമവാസികൾ തുള്ളിച്ചാടി. വെള്ളം ലഭ്യമായതോടെ കർഷകർ ഒന്നിച്ച് പ്രതീക്ഷയോടെ വീണ്ടും കൃഷി ആരംഭിച്ചു. പുതിയ വിത്തുകൾ പാകി. ഒരാഴ്ചയ്ക്കപ്പുറം വിത്തുകൾ മുളച്ചു തുടങ്ങി. അങ്ങനെ ഗ്രാമത്തിൽ വീണ്ടും പച്ചപ്പ് നിറയുന്നു. ഗ്രാമവാസികളിൽ സന്തോഷം വീണ്ടും തിരികെ എത്തി. ഒരിക്കൽ വില്യം താനുണ്ടാക്കിയ വിൻമിൽ നോക്കിക്കൊണ്ടിരുന്ന് ട്രൈവലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ തന്നെ വിളിച്ചിട്ടുണ്ടെന്നും ഏതോ നാഷണൽ ലെവൽ ഓർഗനൈസേഷന്റെ പ്രതിനിധികൾ നമ്മുടെ ഗ്രാമത്തെ പറ്റിയും എന്നെ പറ്റിയും കേട്ടറിഞ്ഞ് എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അവർ എനിക്ക് സ്കോളർഷിപ്പ് തരാമെന്നും വലിയ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പഠിക്കാൻ സാധിക്കുമെന്നും വില്യം പറയുന്നു. ഇത് കേട്ടതും ട്രൈവലിനും ആഗ്നസിനും വളരെയധികം സന്തോഷമാകുന്നു. ട്രൈവൽ വില്യത്തെ ചേർത്ത് പിടിച്ച് നന്നായി പഠിക്കണമെന്നും പഠിച്ച് വലിയ ആളാകണമെന്നും പറയുന്നു. താൻ നിർമ്മിച്ച വിൻമിൽ ടവറിലേക്ക് കയറി ഗ്രാമത്തിന് ചുറ്റുമുള്ള പച്ചപ്പ് ആസ്വദിക്കുന്ന വില്യത്തിനെ കാണിച്ചുകൊണ്ടാണ് ചലച്ചിത്രം അവസാനിക്കുന്നത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സിനിമകളെ പറ്റി അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതിവേഗം ലഭിക്കാനായി ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക.